ഹലോ, ഇന്ന് പറയാൻ പോകുന്നത് പ്രസവത്തിനായി സെർവിക്സ് ഡൈലേറ്റ് ആയിട്ടുണ്ടോ, അതായത് ഗർഭാശയ മുഖം ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചാണ്. അതായത് സെർവിക്സ് ഡൈലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ഒരു 8 ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സെർവിക്സ് ഡയലേറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഡോക്ടേഴ്സ് PV ചെയ്യുന്നതിലൂടെയും ഗർഭകാലത്ത് ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയുമാണ്. ഇപ്പോൾ ഡോക്ടർമാർ PV ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളോട് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, സെർവിക്സ് ഓപ്പൺ ആയിട്ടില്ല, അല്ലെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ ആണ് ഡയലേറ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഗർഭാവസ്ഥയിൽ വളരുന്ന കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഗർഭാശയ മുഖമായ സെർവിക്സിന് വലിയ റോള് തന്നെയുണ്ട്. കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് പ്രസവത്തിന് തയ്യാറെടുക്കുന്നതിനായിട്ട് സെർവിക്സ് ചേഞ്ചസ് സംഭവിക്കുന്നു. പ്രസവം അടുക്കാറാവുമ്പോൾ സെർവിക്സ് സോഫ്റ്റ് ആവുകയും തിന്നാവുകയും ഓപ്പൺ ആവുകയുമാണ് ചെയ്യുന്നത്. ഇതിനെയാണ് സെർവിക്സ് ഡൈലേഷൻ എന്ന് പറയുന്നത്. പ്രസവ സമയത്ത് കുഞ്ഞ് ജനന കനാലിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് ലൂസായിരിക്കുന്ന സെർവിക്സ്, അതായത് ഗർഭാശയ മുഖം ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുക. പ്രസവത്തിന് മുമ്പ് വരെ അങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. പ്രസവം അടുക്കാറാവുമ്പോഴാണ് ഈ ഒരു ഗർഭാശയ മുഖം പതിയെ ഓപ്പൺ ആയി തുടങ്ങുന്നത്. അതായത് 0 മുതൽ 10 സെൻറ്റിമീറ്റർ ഡയലേഷൻ സംഭവിക്കുന്നു. ഈ ഒരു സമയത്താണ് നോർമൽ ഡെലിവറി നടക്കുന്നത്. ഗർഭകാലത്തിൻ്റെ അവസാന ആഴ്ചയിലൊക്കെ ആയിട്ടാണ് ഇങ്ങനെ സെർവിക്സ് ഡയലേഷൻ വരാറുള്ളത്. ഡയലേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ പ്രസവം നടക്കണമെന്നില്ല. ചിലവർക്ക് ഈ ഒരു സെർവിക്സ് ഡയലേറ്റ് ആവുന്നത് കുറച്ച് പതിയെ ആയിരിക്കും, ചിലപ്പോൾ പെട്ടെന്നായിരിക്കും സെർവിക്സ് ഡയലേഷൻ സംഭവിക്കുന്നത്. ഇനി സെർവിക്സ് ഓപ്പൺ ആയി നിങ്ങളുടെ ശരീരം മുൻകൂട്ടി കാണിക്കുന്ന ഒരു 8 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാണ് പെൽവിക് പ്രഷർ ഫീൽ ചെയ്യുന്നത്. അതായത് ഗർഭാശയ മുഖം വികസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പെൽവിക് ഏരിയയിൽ കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നതായിട്ട് കാണാം. ഡെലിവറി ഒക്കെ അടുക്കാറാകുന്ന സമയത്ത് കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലോട്ടായിരിക്കും. അതായത് കുഞ്ഞിൻ്റെ തല താഴോട്ടും കൈകാലുകളൊക്കെ മുകളിലോട്ടും എന്ന നിലയിൽ ഉള്ളതാണ് ഹെഡ് ഡൗൺ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിലോട്ടാണ് ഇരിക്കുന്നത്. ഏകദേശം 34 ആഴ്ചയോട് കൂടെ കുഞ്ഞ് ഇങ്ങനെ ഹെഡ് ഡൗൺ പൊസിഷനിലോട്ട് മാറുന്നതാണ്. കുഞ്ഞ് ഇതുപോലെ ഹെഡ് ഡൗൺ പൊസിഷനിലോട്ട് ആയി കഴിഞ്ഞാൽ പെൽവിക് ഏരിയയിലോട്ട് കൂടുതലായിട്ട് പ്രഷർ കൊടുക്കുകയും അതുപോലെ തന്നെ കുഞ്ഞ് ജനന കനാലിലൂടെ താഴേക്ക് ഇറങ്ങുമ്പോൾ സെർവിക്സിലോട്ട് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് പെൽവിക് ഏരിയയിൽ കൂടുതലായിട്ട് പ്രഷർ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പെൽവിക് ഏരിയയിൽ കൂടുതലായിട്ട് പ്രഷർ അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സെർവിക്സ് പതുക്കെ ഓപ്പൺ ആയി തുടങ്ങുന്നുണ്ട് എന്നതാണ്. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് മ്യൂക്കസ് പ്ലഗ് റിലീസ് ആവുന്നതാണ്. അതായത് ഗർഭിണിയാകുമ്പോൾ ഗർഭാശയ മുഖം ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു സെർവിക്സിനെ ഒരു സബ്സ്റ്റൻസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ മ്യൂക്കസ് പ്ലഗ് എന്ന് പറയുന്നത്. ഇത് ഒരു ജെല്ലി ടൈപ്പായിട്ടൊരു യെല്ലോയിഷ് കളറുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഒരു പിങ്കി ബ്രൗണിഷ് കളറായിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്. അതുപോലെ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ളതും കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളൊരു സബ്സ്റ്റൻസ് ആണ്. ഇപ്പോൾ സെർവിക്സ് സോഫ്റ്റ് ആവുകയും ഓപ്പൺ ആവുകയും ചെയ്യുന്ന സമയത്ത് ഇത് ഗർഭാശയ മുഖത്തിൽ നിന്നും വജന വഴി പുറത്തേക്ക് വരുന്നു. ചിലവർക്ക് ഈ ഒരു മ്യൂക്കസ് പ്ലഗ് മുഴുവനായിട്ട് വരും, അല്ലെങ്കിൽ കുറേശ്ശെ ആയിട്ടായിരിക്കും വരുന്നത്. ചിലവർക്ക് ഈ ഒരു മ്യൂക്കസ് പ്ലഗ് ബ്ലഡ് കലർന്ന നിലയിലായിട്ടായിരിക്കും കാണപ്പെടാറ്. മിക്ക ഗർഭിണികൾക്കും ഡിസ്ചാർജ് വളരെ കുറവായിരിക്കും. എന്നാൽ ഈ ഒരു പ്രസവം അടുക്കാറാവുമ്പോൾ വജിനൽ ഡിസ്ചാർജ് നല്ലതുപോലെ കൂടുന്നതായിട്ട് കാണാം. ഈ ഒരു വജിനൽ ഡിസ്ചാർജിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇച്ചിങ്, അതുപോലെ ബാഡ് സ്മെല്ലൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചുകൊണ്ടിരിക്കരുത്, ഡോക്ടറെ കാണണം. കാരണം ഇത് വജിനൽ ഇൻഫെക്ഷന് കാരണമായേക്കാം. അപ്പം അതുകൊണ്ടാവാം അങ്ങനെ ഉള്ള ബാഡ് സ്മെല്ലോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു വജിനൽ ഡിസ്ചാർജ് വരുന്നത്. അല്ലാതെ വജിനൽ ഡിസ്ചാർജ് നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല. വേറെ മണമോ അല്ലെങ്കിൽ ഇച്ചിങ്ങോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല. ഇനി അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് കോൺട്രാക്ഷൻ ആണ്. നിങ്ങളുടെ വയറ് നല്ല രീതിയിൽ ടൈറ്റ് ആവുകയും ലൂസ് ആവുകയും ചെയ്യുന്ന ഇതിനെയാണ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ചില ഗർഭിണികൾക്ക് ഇത് നേരത്തെ തന്നെ ഉണ്ടാവാറുണ്ട്. അതായത് ഒരു 5-ാം മാസ സമയത്തൊക്കെ ആ ഒരു സമയം മുതൽ ഇതുപോലെ കൺട്രാക്ഷൻ സംഭവിക്കാറുണ്ട്. പക്ഷേ പ്രസവ സമയം അടുക്കാറാവുമ്പോഴുണ്ടാവുന്ന ഈ ഒരു കൺട്രാക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സെർവിക്സ് ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മുടെ യൂട്രസിലുള്ള മസിലുകൾ ലൂസ് ആവുകയും ടൈറ്റ് ആവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഇത് വല്ലപ്പോഴൊക്കെയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് കൺട്രാക്ഷൻ കൂടി വരികയാണെങ്കിൽ അത് നിങ്ങളുടെ പ്രസവം അടുക്കാറായതിൻ്റെ കൂടെ ലക്ഷണമാണ്.
ശരീരം നമുക്ക് കാണിച്ചു തരുന്ന മറ്റു ലക്ഷണങ്ങളിൽ ഒന്നാണ് ബാക്ക് പെയിന്, ഇടുപ്പ് വേദന. ഇങ്ങനെ ഈ ഇടങ്ങളിലൊക്കെയുള്ള വേദന ഈ കൂടുതലായിട്ട് കുഞ്ഞ് നല്ല രീതിയിൽ പ്രഷർ ചുമത്തുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരം വേദനകളൊക്കെ ഉണ്ടാവുന്നത്. ഇതും സെർവിക്സ് ഓപ്പൺ ആയതിൻ്റെ ലക്ഷണമായിട്ടാണ് കാണിക്കുന്നത്. പെൽവിക്കിലോട്ട് കുഞ്ഞ് കൂടുതലായിട്ട് പ്രഷർ ചുമത്തുന്നത് വഴി സെർവിക്സ് ഓപ്പൺ ആവുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വേദനകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നത് നിങ്ങൾ കുറേ നേരം നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിൽ വേദനകളും ഒക്കെ ഉണ്ടാവുന്നത്. അത് കുഞ്ഞ് നല്ല രീതിയിൽ തന്നെ പ്രഷർ ചുമത്തുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് യൂറിൻ പാസേജ് ചെയ്യാനായിട്ട് തോന്നുന്നതാണ്. പ്രഗ്നൻസി പീരീഡിൽ മിക്കവർക്കും, അതായത് ആദ്യത്തെ 3 മാസവും അവസാനത്തെ 3 മാസവും ഒക്കെ പ്രത്യേകിച്ച് നമുക്ക് ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാനായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു സർവീസ് ഓപ്പൺ ആകുന്ന ഒരു സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ അവസാനത്തെ ആ ഒരു സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പതിവിലും കൂടുതലായിട്ട് മൂത്രമൊഴിക്കാനായിട്ട് ടെൻഡൻസി ഉണ്ടാവും. ഇതും കാണിക്കുന്നത് നിങ്ങളുടെ സർവീസ് ഓപ്പൺ ആയി എന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ്. അടുത്തത് ഫ്ലൂയിഡ് ലീക്കേജ് ആണ്. അതായത് നിങ്ങളുടെ കുഞ്ഞ് കിടക്കുന്ന സാക്കായിട്ടുള്ള അമ്നിയോട്ടിക് സഞ്ചി പൊട്ടിപ്പോയി ഫ്ലൂയിഡ് പുറത്തേക്ക് വരുന്നത് ഈ ഒരു സർവിക്സ് ഓപ്പൺ ആയതിൻ്റെ ലക്ഷണമായിട്ടാണ് കാണിക്കുന്നത്. ചിലവർക്ക് ഡയലേഷൻ സംഭവിക്കുന്നതിന് മുൻപേ തന്നെ ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഫ്ലൂയിഡ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സർവിക്സ് ഓപ്പൺ ആവാനായിട്ട് തുടങ്ങുന്നതായിരിക്കും. അപ്പം അതും ഈ ഒരു ഫ്ലൂയിഡ് ലീക്കേജ് അതിൻ്റെയും കൂടെ ഒരു ലക്ഷണമായിട്ടും പറയാറുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഈ ലക്ഷണങ്ങളൊക്കെ എല്ലാ ഗർഭിണികൾക്കും ഉണ്ടാകണമെന്നില്ല. ചിലവർക്ക് മാത്രമായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ മുതൽ 4 സെൻറ്റിമീറ്റർ ഒക്കെ വികസനമായിട്ടുണ്ടെങ്കിൽ പോലും ചിലവർക്ക് കാര്യമായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. എന്നാൽ ചിലവർക്ക് സർവിക്സ് ഓപ്പൺ ആവുന്ന ആ സ്റ്റേജ് മുതൽ തന്നെ നമുക്ക് സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ സർവിക്സ് ഓപ്പൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഒരു 36 ആഴ്ചയ്ക്ക് മുൻപാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നതെങ്കിൽ അത് പ്രീ ടൈം ഡെലിവറി ഒഴിവാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്, നിങ്ങൾ ഉടനെ ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ. അപ്പം അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇതുപോലത്തെ ഇടുപ്പ് വേദന, അതുപോലെ ഈ ഒരു പെൽവിക് ഏരിയയിൽ കൂടുതലായിട്ട് പ്രഷർ ഫീൽ ചെയ്യുക, അതുപോലെ ബാക്ക് പെയിൻ കൂടി വരിക, അതുപോലെ മ്യൂക്കസ് പ്ലഗ് റിലീസ് ആവുന്നത്, ഫ്ലൂയിഡ് ലീക്കേജ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ ആർക്കെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.